കാട്ടാളൻ എന്നുള്ള സിനിമയിൽ എനിക്കും ഒരു ചെറിയ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം മുതലേ തുറന്ന് പറയാണ്, ഞാനൊരു സിനിമാക്കാരനല്ല, ഞാനൊരു അഭിനയക്കാരനല്ല, ഞാൻ അഭിനയിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളൊന്നുമല്ല. ബട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ എല്ലാവർക്കും അറിയാം. അപ്പോൾ മാർക്കോ എന്നുള്ള സിനിമ എല്ലാവരും കണ്ട് കാണും. എത്രത്തോളമാണ് മാർക്കോ എന്നുള്ള സിനിമ നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് എന്നുള്ളത്. കാരണം അത് ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അങ്ങനത്തെ വെട്ടും കുത്തും കത്തിക്കുത്ത് പടങ്ങൾ മാത്രം കാണുന്ന വ്യക്തികളാണ് ഞാൻ, അഫി. കാരണം പുഷ്പ, ദേവര, മാർക്കോ ഇതേപോലെ ഫുള്ള് ഈ സ്മഗ്ലിങ് പരിപാടി, അങ്ങനത്തെ സംഭവം, അത് ഇത് വെട്ട് കത്തി കുത്ത് ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ കൂടുതൽ കാണുന്നത്. പക്ഷെ അതൊന്നും കണ്ട് ഇൻസ്പയർ ആവും ചെയ്യരുത് കേട്ടോ. അത് ഞാൻ കുട്ടികളോട് പറയുന്നത്. സിനിമ ഇപ്പം നമ്മളെ മലയാളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ പരസ്യം വരെ പേഴ്സണലായിട്ട് എടുക്കാൻ തുടങ്ങും. അതായത് എന്തെങ്കിലും കണ്ടാൽ അത് പേഴ്സണലായിട്ട് ലൈഫിൽ ഒന്ന് അങ്ങനെ. സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു കലയാണ്. അതവിടെ 2.5 മണിക്കൂറിൽ തുടങ്ങുന്ന 2.5 മണിക്കൂറിൽ കഴിയുന്നു. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോൾ വ്ളോഗ് ആണെങ്കിലും അതൊരു ടൈമിൽ കഴിയുന്ന 1 മണി തുടങ്ങും. ഒന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. നമ്മൾ കാണുക, അതിനുള്ള എൻ്റർടൈൻമെൻറ്റ് നമുക്ക് ചിരിക്കാൻ നമ്മൾ ചിരിക്കുക, നമ്മൾ കരയാണ്ട് നമ്മൾ കരയുക. അത് കഴിഞ്ഞ് നമ്മൾ ദൈനംദിന ജീവിതത്തിലേക്ക് കടക്കുക, ബുദ്ധിയോടെ നമ്മൾ ചിന്തിക്കുക. ഇനി നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഇന്നിപ്പം ഒരു വെട്ടും കുത്തും ഞാൻ കണ്ടു, ഇന്ന് അത് കണ്ടതിൽ പ്രമാണിച്ച് ഇന്ന് സ്കൂളിൽ ഇറങ്ങുമ്പോൾ 4 ആളെ കൊന്നിട്ട് പോവുക എന്നല്ല ചിന്തിക്കേണ്ടത്. അതവിടെ കണ്ടു, ആ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞു, മാറ്റി വെക്കുക.